ഹേ ഗൈസ്, അങ്ങനെ മലയ്ക്ക് പോയിട്ട് ഒന്ന് മലയെ ഒരു വ്രതം മുറിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും തിന്നാൻ പോവാന്ന് വിചാരിച്ചപ്പോൾ ചേട്ടാ എന്ന് പറഞ്ഞൊരു വിളി. ബോബന് മോളിയിൽ ഉണ്ടൊരു പട്ടി എന്റെ കൂടെ എപ്പോഴും ഈ കുട്ടി. അങ്ങനെ ഒരു ബനാന ടോക്ക് ഇപ്പൊ നാട്ടിലുണ്ട്. ഓടപ്പുറന്നുള്ളായപ്പോലെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ? പിന്നെ ഇതിനെ ചുമന്നുകൊണ്ട് നേരെ വിട്ട് കഴക്കൂട്ട റെസ്റ്റോറന്റിലേക്ക്. ഇവനറിയാല്ല എന്റെ കൂട്ടുകാർ, ഇവനാണ് ഞാൻ അന്ന് കല്യാണത്തിന് താലിയേട്ടാൻ പഠിപ്പിച്ചത്. പിന്നെ എല്ലാവരും കൂടെ നീളത്തിന് നിരന്ന് നിന്നിട്ട് ഒരു മിറർ സെൽഫി ഒക്കെ എടുത്തിട്ട് നല്ല വൈബുള്ള ഒരു സ്പോട്ടിൽ തിന്നാൻ കയറി ചാപ്പാടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ എല്ലാവരും കൂടെ ഏകകണ്ഠമായി തിന്നാൻ തീരുമാനിച്ചത് കപ്സ വിത്ത് ഹണി ചില്ലി അൽഫാം. വ്രതം പിടിച്ച ഞങ്ങളെക്കാൾ ആക്രാന്തം ഡെയിലി നോൺ വെജ് കഴിക്കണ മാളുവിന് ദാണ്ട ഉള്ള എക്സ്പ്രഷൻ നോക്ക്. ദോഷം പറയണില്ല, സൂപ്പർ ഫുഡ്, അൺലിമിറ്റഡ് റൈസ്, മയണേഴ്സ്, വയറും വായും പൊട്ടണ രീതിക്ക് തിന്നിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ 4 ഐസ് കട്ടിട്ട് തണുത്ത മൊഹിറ്റോ. ഇതിന്റെ ഇടയ്ക്ക് മാളു ഓർഡർ ചെയ്ത മൊഹിറ്റോന്റെ ഫ്ലേവർ അവൾക്ക് പിടിച്ചില്ല. അത് കാരണം അവൾ എന്റെ നിന്ന് കൈട്ട് വരാൻ വന്നു. ഞാൻ വിടുവോ? പേട്ടത്തിലേക്ക് ചൊറിഞ്ഞൊരു കൊട്ടടിച്ചു കൊടുത്തപ്പോഴത്തേക്ക് തിരിച്ച് അവിടെ സാധനം വെച്ചു. അത് മോന്തിയിട്ട് കൂട്ടുകാരനെ കൊണ്ട് ബില്ലും കൊടുപ്പിച്ചിട്ട് എല്ലാ ഔട്ടിങ്ങിലും മെയിൻ ആയിട്ടുള്ള ഐറ്റം ഉണ്ട് പ്ലാനിങ്. ആ സെക്ഷനിലേക്ക് ഞങ്ങൾ കടന്നു. തിരുവനന്തപുരത്ത് രാത്രി നല്ല വൈബുള്ള സ്പോട്ടിന് വേണ്ടിയിട്ടുള്ള ലേലം വിളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കനകുന്ന്, ശംഖുമുഖം, കോവളം, മനവിയം, അങ്ങനെ പലതും. അവസാനം ഒന്നും നടന്നില്ല. കാരണം പ്ലാൻ ചെയ്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കാറില്ല. അതുകൊണ്ട് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നേരെ ചെന്ന് കയറി കൊടുത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക്. അവിടെയാണെങ്കിൽ നല്ല ഒന്നൊന്നര ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ നിന്ന് നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരേപോലെ സുപരിചിതനായ ഒരാളെ ഞങ്ങൾ കണ്ടുമുട്ടി. മാളുകൂട്ടിയാണെങ്കിൽ ഒരേ ബളം വാ പോയി മിണ്ടാന്ന്. എനിക്കാണെങ്കിൽ ആൾ എങ്ങനത്തെ ആളാണെന്ന് അറിയാത്തതുകൊണ്ട് ചങ്കിച്ച് ഞാൻ മാറിയിരിക്കുകയായിരുന്നു. പിന്നെ അദ്ദേഹം തന്നെ നമ്മൾ അങ്ങോട്ട് വിളിപ്പിച്ചിട്ട് സംസാരിച്ച് എന്താ യൂട്യൂബർ ഒരു ജാട എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു മനുഷ്യൻ ഡൗൺ ടു എർത്ത് എൻ്റെ അടുത്ത് ഒറ്റ ചോദ്യം, നമ്മളെയൊക്കെ അറിയോടെയെന്ന്. ഞാൻ എടുത്ത വയല് ചോദിച്ചു, അന്തരണ്ണ അങ്ങനെ ഒരു വർത്താനം അറിയാമോന്ന്. ഉടനെ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് വിളിച്ച് അമ്മാവ്. പുള്ളി അതൊക്കെ കേട്ട് ചിരിച്ചിട്ട് വൈഫിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അവർ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന പ്രേക്ഷകയാണ്. പിന്നെ കുറച്ച് ഫോട്ടോസും എടുത്ത് കുറെ നേരം സംസാരിക്കുകയും ചെയ്ത് എന്നിട്ട് നേരെ വെച്ച് വിട്ട് വീട്ടിലേക്ക്. അപ്പോൾ ഓക്കെ ബൈ. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ ബൈ ബൈ.